ഞാൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ സാറിനെ ന്യായീകരിച്ചതായി ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് തികച്ചും ശരിയല്ല, അത് തെറ്റാണ്. ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഏതെങ്കിലും ഒരു ന്യൂആൻസ്ഡ് പോയിന്റ് അല്ലെങ്കിൽ സൂക്ഷ്മതയുള്ള ലെയേർഡായ പോയിന്റ് റേസ് ചെയ്യുമ്പോൾ അതിനെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കുന്നത് ശരിയല്ല. പത്മകുമാർ സാർ തെറ്റ് ചെയ്ത വ്യക്തിയാണ്, അദ്ദേഹം അതിന് ശിക്ഷ അനുഭവിക്കണം, ജയിലിൽ പോകണം. എന്നാൽ ഞാൻ സൂചിപ്പിച്ചത് പത്മകുമാർ സാർ അടക്കമുള്ള വ്യക്തികൾ വിശ്വാസികളെ ഒരു ഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൂടുതൽ വേദന പത്മകുമാർ സാറിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അതായത് ശ്രീ പത്മകുമാർ എന്ന വ്യക്തി ആദ്യ ദിവസം പ്രക്ഷോഭം തുടങ്ങാൻ എന്നെയും എന്റെ മുത്തശ്ശി ദേവിയെ അന്തർജനത്തെയും അമ്മ മല്ലികാ നമ്പൂതിരിയെയും ശബരിമലയിൽ എത്താൻ സഹായിച്ചിരുന്നു. അതൊരു സത്യമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതുകൊണ്ടാണ് ആദ്യ ദിവസം പ്രക്ഷോഭം തുടങ്ങാൻ സാധിച്ചത്. ആദ്യ ദിവസം തന്നെ ഒരു 5 യുവതികൾ ശബരിമലയിൽ കയറി തൊഴുതിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പ്രക്ഷോഭം നടക്കുമോ? നമ്മൾ ഈ വിഷയത്തിൽ വിജയിക്കുമോ? അങ്ങനെ വിജയിക്കാൻ ഞങ്ങളെ അടക്കം സഹായിച്ചൊരു വ്യക്തി പത്മകുമാറാണ്, അല്ലെങ്കിൽ ശ്രീ പത്മകുമാർ സാറാണെന്ന് പറയുന്നതിൽ നമുക്ക് മടി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് പറയുക, ചീത്ത ചെയ്താൽ ചീത്ത പറയുക. അതിനർത്ഥം അദ്ദേഹത്തിന്റെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയുമെന്നല്ല. അതിന് മാപ്പില്ല, അദ്ദേഹം അത് തെറ്റാണ് ചെയ്തത്, ശിക്ഷ അനുഭവിക്കണം. ഇനി അദ്ദേഹത്തെ കൊണ്ട് ആരെങ്കിലും ചെയ്യിച്ചതാണെങ്കിൽ പത്മകുമാർ സാർ അത് തുറന്നു പറയാനും തയ്യാറാകണം. അതായത് ശ്രീ പത്മകുമാറിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, വേറെ അദ്ദേഹത്തെക്കാൾ ശക്തരായ ആരെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണോ, അദ്ദേഹത്തെ കൂടെ കരുവാക്കിയതാണോ അറിയില്ല. അങ്ങനെയാണെങ്കിൽ പത്മകുമാർ സാറിന് തുറന്നു പറയാൻ ഉത്തരവാദിത്വം. ഈ വാസു സാർ ആദ്യം മുതലേ വിശ്വാസികൾക്കെതിരാണ്, വിശ്വാസികളെ പലപ്പോഴും പരാജയപ്പെടുത്താൻ ശ്രമിച്ച വ്യക്തിയാണ്. അതായത് ശബരിമല പ്രക്ഷോഭം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് വിധി വന്നപ്പോ തിരുവനന്തപുരത്തെ OTC ഹനുമാൻ അമ്പലത്തിൽ ഞങ്ങൾ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അപ്പൊ ആ പരിപാടി ഞങ്ങൾ എത്തിയപ്പോ ഹനുമാന്റെ അമ്പലത്തിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി പോലീസുകാരെ വിളിച്ച ആളാണ് വാസു സാർ. അന്ന് വാസു സാറിനോട് സംസാരിച്ചപ്പോൾ വാസു സാർ പറഞ്ഞു, പ്രക്ഷോഭകരാണ് നിങ്ങൾ, വിശ്വാസികളല്ല, നിങ്ങളെ അകത്ത് കയറാൻ സമ്മതിക്കില്ല. ഞങ്ങൾ പോലീസുകാരെ പോലീസുകാരുടെ കൂടെ സഹായത്തോടു കൂടി കയറി. പലർക്കും അറിയുമ്പോൾ കൗതുകം തോന്നും, അന്ന് പോലീസുകാർ പോലും ഞങ്ങളെ സഹായിച്ചു. അതിലൊരു പോലീസുകാരൻ വന്ന് പറഞ്ഞു, ഞാൻ കാക്കി അണിയുന്നതിനേക്കാൾ മുമ്പ് കറപ്പണിഞ്ഞ് ശബരിമലയിൽ പോയിട്ടുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് നന്മയാണ്. അങ്ങനെ ഒരുപാട് പേര് ആ സമയത്ത് സഹായിച്ചിട്ടുണ്ട്. ആ സഹായത്തെ നന്ദിപൂർവ്വം സ്നേഹപൂർവ്വം ഓർത്തുവന്നേ ഉള്ളൂ. അതുകൊണ്ട് പത്മകുമാർ സാർ ചെയ്ത കുറ്റമില്ലാതാകുന്നില്ല. അതുകൊണ്ട് പത്മകുമാർ സാറിന് മാപ്പില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം, സമസ്താപരാധം പറയണം. അദ്ദേഹത്തോട് നിയമം ക്ഷമിക്കില്ല, കാര്യം കുറ്റം ചെയ്യുകയാണ്. നിയമത്തിന് അങ്ങനെ ക്ഷമ എന്നൊരു ഓപ്ഷൻ ഇല്ല. അയ്യപ്പന്മാർക്ക് ക്ഷമിക്കാൻ കഴിയില്ല, വിശ്വാസികൾ ക്ഷമിക്കില്ല. പക്ഷെ അയ്യപ്പനോട് സമസ്താപരാധം പറഞ്ഞ് തെറ്റേറ്റു പറഞ്ഞ് അദ്ദേഹം ചെയ്ത തെറ്റുകളും പാപങ്ങളും ഏറ്റുപറഞ്ഞ് ചെയ്താൽ ഒരുപക്ഷെ അയ്യപ്പൻ അദ്ദേഹത്തോട് ക്ഷമിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ കയ്യിലാണ്, നമ്മുടെ കയ്യിലല്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൽ നിന്ന് 1 or 2 വരി അടർത്തി മാറ്റി പത്മകുമാർ സാറിനെ ന്യായീകരിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, പത്മകുമാർ സാറെന്നും വാസു സാറെന്നും എന്തുകൊണ്ടാണ് വിളിക്കുന്നത്, പിന്നെ എന്ത് ചെയ്യണം, പപ്പനെന്നും വാസു എന്നും വിളിക്കണം? ഇവരെയൊക്കെ ഒരുപാട് വർഷങ്ങളായി അറിയാവുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പരസ്പരം പരിചയമുള്ളതാണ്, ഇവരുടെ കുടുംബങ്ങളെ അറിയാവുന്നതാണ്. ഇനിയും നമ്മുടെ വാസുവും പപ്പനും കൂടി ഇങ്ങനെ വോട്ട് എന്ന് പറയുന്നു. അങ്ങനെയല്ല. അവര് തെറ്റ് ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിന്ന് ഞാൻ വിളിക്കില്ല, ഉണ്ണികൃഷ്ണനെ പറയാറുള്ളൂ. ഉണ്ണികൃഷ്ണനെ ആദ്യ ദിവസം മുതൽ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു മടിയും കൂടാതെ പത്മകുമാർ സാറിലേക്കും മറ്റുള്ളവരിലേക്കും അന്വേഷണം പോകണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഒരു ഫൈൻ പോയിന്റ് റേസ് ചെയ്യുമ്പോൾ അതിന്റെ ന്യൂആൻസുകളും സൂക്ഷ്മതയും മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പത്മകുമാർ സാർ സഹായിച്ചു എന്നുള്ള കാര്യം സത്യമാണ്. അദ്ദേഹത്തിന്റെ 1 മാസത്തെ ശമ്പളം തരാമെന്നുള്ള പറഞ്ഞു എന്നുള്ള കാര്യം സത്യമാണ്. അപ്പൊ ഞാൻ അടക്കമുള്ളവർ പറഞ്ഞു, സാർ അതൊന്നും വേണ്ട, സാറിന്റെ പിന്തുണ ഉണ്ടായാൽ മതി. പത്മകുമാർ സാർ ഒരു കാരണവശാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അന്ന് മാറരുതെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതാണ്. കാര്യം ഇടയ്ക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു, അദ്ദേഹം സ്വയമായിട്ട് രാജിവെക്കുമെന്നും പറ്റും. ഞങ്ങൾ പറഞ്ഞു, സാർ അവിടെ വേണം, കാര്യം സാറും കൂടില്ല. അപ്പം വാസു സാറാണ് പ്രസിഡന്റെങ്കിൽ ഞങ്ങളെ ഒന്നും ഇവിടെ അതിശക്തമായ രീതിയിൽ നമുക്കെതിരെ ഒരു നടപടി ഉണ്ടാവുക. കുറച്ച് ബാലൻസ് എങ്കിലും എടുത്തത് ശ്രീ പത്മകുമാറാണ്. അതായത് ഒരു വശത്ത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവர்களுം മറുവശത്ത് ഞങ്ങൾ വിശ്വാസികളെയും ബാലൻസ് ചെയ്യാനെങ്കിലും നോക്കി. ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇത് പരമ രഹസ്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ എല്ലാവർക്കും അറിയുന്ന രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ പക്വമായ നിലപാട് നമ്മുടെ സമൂഹം എടുക്കണം. പത്മകുമാർ സാറ് അറസ്റ്റ് ചെയ്യപ്പെടണം, ജയിലിൽ പോകണം, ശിക്ഷ അനുഭവിക്കണം. എന്നാൽ അദ്ദേഹം അയ്യപ്പനോട് സമസ്താപരാധം പറഞ്ഞ് തെറ്റേറ്റു പറയണം. ആരെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചതാണെങ്കിൽ, അദ്ദേഹത്തിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനും എല്ലാ കുറ്റക്കാരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം പത്മകുമാർ സാറിനാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിന് 1 or 2 വരി അടർത്തി മാറ്റി എടുക്കരുത്. അത് ഒരു കാരണവശാലും ശരിയല്ല. വിശ്വാസികൾ വളരെ സെൻസിറ്റീവായി കാണുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതിന്റെ സെൻസിറ്റിവിറ്റി മാധ്യമങ്ങൾ മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.